നമസ്കാരം, ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് മാറിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന പെരിയ ടൗണിനടുത്താണ്. പെരിയ ടൗണിനടുത്തുള്ള പെരിയ ചാണവളപ്പ് തറവാട് ശ്രീ വയനാട്ട് കുലവൻ ദേവസ്ഥാനത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 15 വർഷത്തിനു ശേഷം ശ്രീ വയനാട്ട് കുലവൻ തെയ്യമാടുന്ന ഫെബ്രുവരി 15 മുതൽ 18 വരെ ഈ ഒരു പരിപാടി നടക്കുന്ന ഒരു വലിയ വേദിയാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പിറകിലുള്ളത്. എന്താണ് വയനാട്ട് കുലവൻ തെയ്യത്തിൻ്റെ ഐതിഹ്യമെന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ 15 മുതൽ 18-ാം തീയതി ഫെബ്രുവരി 18-ാം തീയതി വരെ ഈ ഒരു ദേവസ്ഥാനത്ത് നടക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. യെസ്, ഉത്തര മലബാറിലെ അനുഷ്ഠാനമൂർത്തികളിൽ ഏറ്റവും ശ്രദ്ധേയമായ തെയ്യരൂപമാണ് ശ്രീ വയനാട്ട് കുലവൻ. വയനാട്ടിൽ നിന്ന് മലനാട്ടിലേക്ക് എത്തിപ്പെട്ട ദൈവം എന്ന വലിയ ഖ്യാതിയാണ് ശ്രീ വയനാട്ട് കുലവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ തറവാടുകളിലും അതുപോലെ തന്നെ വയനാട്ട് കുലവൻ ദേവസ്ഥാനങ്ങളിലും ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവങ്ങൾ നടക്കാറുണ്ട്. പെരിയ ചാണവളപ്പ് തറവാട്ടിൽ ഈ മാസം 16, 17, 18 തീയതികളിലാണ് ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഏകദേശം 13ഓളം തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമായും ഏറ്റവും അവസാനത്തെ 2 ദിവസം 17-ാം തീയതിയും 18-ാം തീയതിയുമാണ് ശ്രീ കണ്ടനാർ കേളൻ ദൈവവും ശ്രീ വയനാട്ട് കുലവൻ ദൈവവും അരങ്ങിലെത്തുന്നത്. ഈ 2 ദിവസവുമായി ഏകദേശം 50,000-ത്തിലധികം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ വയനാട്ട് കുലവൻ്റെ ഐതിഹ്യം ശിവശക്തി ചൈതന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് ദേവലോകത്ത് മധു കുടിച്ച് മത്തവിലാസം പൂണ്ട് കഴിയുന്ന കാലഘട്ടങ്ങളിലൊന്നിൽ ശിവന്റെ ശല്യം സഹിക്കവയ്യാതെ ആ കാലഘട്ടത്തിൽ മധു തെങ്ങിൻ്റെ ചുവട്ടിലൂടെ വന്നു എന്നാണ് ഐതിഹ്യം. ആ ചുവട്ടിലൂടെ ഒഴുകിയ മധുവിനെ തൻ്റെ കരം കൊണ്ട് തടവി തടവി തെങ്ങിൻ കുലയിലേക്കാക്കി മാറ്റി എന്നാണ്. അപ്പം അന്ന് ആ കൽപ്പക വൃക്ഷം കയറി അതിൽ നിന്ന് മധു ശേഖരിക്കാൻ വേണ്ടി ക്ഷുഭിതനായ ശിവൻ ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നാണ്. തൃത്തുടമേൽ നിന്നുദ്ഭവനാകിയ ദിവ്യൻ മധുമരമേറിട്ടുദ്ധരണം ചെയ്തുത്തമതരമാം പാത്രമതിങ്കൽ നിറച്ചു കൊടുത്തു മദ്യം മദനി വിരോധി മഹേശൻ എന്നാണ് തോറ്റംപാട്ടുകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ജട കൊണ്ട് തുടയിലടിച്ച് ഉണ്ടായ പുത്രനാണ് ദിവ്യൻ. ആ ദിവ്യനാണ് പിന്നീട് തീയനായി മാറിയത് എന്നാണ് മിത്ത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിത്ത്. അപ്പോൾ വയനാട്ടിൽ നിന്ന് മലനാട്ടിലേക്ക് കുടിയേറി പാർക്കുന്നതിൻ്റെ മുമ്പിൽ പലയിടങ്ങളിലായി ശ്രീ വയനാട്ട് കുലവൻ എത്തിച്ചേർന്നതും തമ്മരേശിയമ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യവും അതുപോലെ തന്നെ ആദിപറമ്പൻ കുഞ്ഞാലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമൊക്കെ ഇതിനകത്തുണ്ട്. ഇത് മതസൗഹാർദ്ദത്തിൻ്റെയും കൂടി ഏറ്റവും വലിയ ഒരു അടയാളമായിട്ടാണ് ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. 15 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുന്നത്. വയനാട്ട് കുലവൻ, കണ്ടനാർ കേളൻ ഉൾപ്പെടെയുള്ള ദൈവങ്ങളെ കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരും, ശ്രീ വിഷ്ണുമൂർത്തി അതുപോലെ തന്നെ രക്തചാമുണ്ടി ഉൾപ്പെടെയുള്ള ദൈവങ്ങളെ കെട്ടിയാടുന്നത് മലയൻ സമുദായത്തിൽ ഉള്ളവരും, അതുപോലെ തന്നെ കൊറത്തിയമ്മ ഉൾപ്പെടെയുള്ള തെയ്യങ്ങളെ കെട്ടിയാടുന്നത് കോപ്പാളൻ സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ ഏറ്റവും ജാതിയുടെ താഴ്ന്ന നിലയിലാണ് എന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ആളുകൾ ദൈവരൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള നവോത്ഥാനം കൂടിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് പൊട്ടൻ തെയ്യം. ഇപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ, അതായത് എല്ലാ ജ്ഞാനവും നേടിയതിന് ശേഷം സർവജ്ഞപീഠം കയറാൻ വേണ്ടി പോകുന്ന ശങ്കരനെ ചണ്ടാളൻ്റെ രൂപം ധരിച്ച് ശിവഭഗവാൻ
പരീക്ഷിച്ച കഥയാണ് പൊട്ടൻ തെയ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ തന്നെ പറയുന്നുണ്ട്, ഏങ്കളെ കൊത്തിയാലും ചോരയില്ല ചെവ്വറേ, ഏങ്കളെ കൊത്തിയാലും ചോരയില്ല ചെവ്വറേ, ഞങ്ങളുടെ മുറ്റത്ത് നട്ടൊരു വാഴപ്പഴമല്ലേ നിങ്ങളുടെ ദൈവത്തിന് നിവേദ്യമായി മാറ്റുന്നത് എന്നൊക്കെയുള്ള വിപ്ലവകരമായ കൂർമയിലെഴുത്തച്ഛൻ എഴുതിയ പാട്ടുകളൊക്കെ തോറ്റങ്ങളൊക്കെ ഈ തെയ്യക്കാലത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ചില നവോത്ഥാന ചിന്തകൾ കൂടിയാണ്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ അടിയാള വംശത്തിൽ നിന്ന് ജനത്തിൻ്റെ നവോത്ഥാനത്തിലേക്കുള്ള അഭിമാനകരമായ ഒരു പ്രയാണത്തിൻ്റെ തുടക്കമാണ് എന്ന് നമുക്ക് വിവരിക്കാൻ വേണ്ടി കഴിയും. ഈ അർത്ഥത്തിൽ ഈ നാടിൻ്റെ ഒറ്റക്കെട്ടായി ഒരുമയോടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മാറുകയാണ്.